നമുക്ക് പച്ച ആപ്പിൾ കൊണ്ട് നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 3 പച്ചയാപ്പിൾ എടുത്ത് കഴുകി തുടച്ച് കഷ്ണങ്ങളാക്കി വെക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിക്കുക. ഇത് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവയും കൂടി ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്താണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഒന്ന് പച്ചമണം വാർന്ന് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതെല്ലാം ഏകദേശം മൂത്ത് വന്നിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. തീ ഈ സമയം നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ മുളക് പൊടി വേഗം കരിഞ്ഞു പോകും. ഇതെല്ലാം കൂടി ചെറു തീയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്താൽ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി അരിഞ്ഞ് വെച്ചേക്കുന്ന ആപ്പിളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് തന്നെ വെച്ചേക്കും. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ടുകൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിട്ട് ഒത്തിരി അങ്ങോട്ട് വേവിക്കേണ്ട കാര്യമില്ല. ചെറുതീയിൽ നിന്ന് കുറച്ച് നേരം വേവിച്ചാൽ തന്നെ മതിയാകും. എന്നിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ മസാലയൊക്കെ ആപ്പിൾ നന്നായിട്ട് പിടിക്കാനായിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ചെറു തീയിൽ തന്നെ വെച്ചാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഇത് ചേർക്കുക. വിനാഗിരി ചേർക്കുമ്പോൾ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഇളക്കിയെടുത്താൽ നമ്മുടെ രുചികരമായ പച്ച ആപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.